വിമാനയാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ സിവിൽ വ്യോമയാന സഹമന്ത്രി മുരളീധർ മഹോളാണ് ഈ രാജ്യത്ത് ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ ആവർത്തിച്ച് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയ വിമാനങ്ങളെ സംബന്ധിച്ചുള്ള കണക്ക് അവതരിപ്പിച്ചിരിക്കുന്ന. ഒരു ചോദ്യത്തിന് മറുപടിയായാണ് ലോക്സഭയിൽ കേന്ദ്ര സിവിൽ വ്യോമയാന സഹമന്ത്രി ഈ കണക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കണക്ക് പ്രകാരം 377 വിമാനങ്ങളിൽ ആവർത്തിച്ച് സാങ്കേതിക തകരാർ കണ്ടെത്തുന്നുവെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 3 വരെയാണ് വിവിധ വിമാന കമ്പനികളുടെ കീഴിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയിരുന്നത്. ഇതിൽ ഏറെക്കുറെ എല്ലാ വിമാന കമ്പനികളുടെ വിമാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. വിവിധ വിമാന കമ്പനികളുടെ, അതായത് ഇൻഡിഗോയുടെ 405 വിമാനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ ഏതാണ്ട് 148 വിമാനങ്ങളിൽ ആവർത്തിച്ച് സാങ്കേതിക തകരാർ കണ്ടെത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര സിവിൽ വ്യോമയാന സഹമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുക. അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ 166 വിമാനങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ 137 എണ്ണത്തിലും ഈ ആവർത്തിച്ച് സാങ്കേതിക തകരാർ ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് ഈ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം 101 വിമാനങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ 54 എണ്ണത്തിലാണ് ഈ ആവർത്തിച്ച് സാങ്കേതിക തകരാർ കണ്ടെത്തിയിരിക്കുന്നത്. സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം കണക്ക് ഇങ്ങനെയാണ്: 43 വിമാനങ്ങൾ, സ്പൈസ് ജെറ്റിന് കീഴിലുള്ള 43 വിമാനങ്ങളിൽ പരിശോധന നടത്തി. അതിൽ 16 എണ്ണത്തിൽ ആവർത്തിച്ച് സാങ്കേതിക തകരാർ കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആകാശ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 14 എണ്ണത്തിലാണ് ഈ ആവർത്തിച്ച് സാങ്കേതിക തകരാർ കണ്ടെത്തിയിട്ടുള്ളത്. ആ കമ്പനിയുടെ 32 വിമാനങ്ങളിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. ഇതിനു പുറമെ ഈ DGCA കഴിഞ്ഞ വർഷം 3890 സർവൈലൻസ് ഇൻസ്പെക്ഷൻസും 56 റെഗുലേറ്ററി ഓഡിറ്റ്സും 84 റെഗുലേറ്ററി ഓഡിറ്റ്സും നടത്തിയതായും കേന്ദ്ര സിവിൽ വ്യോമയാന സഹമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഈ വിദേശ വിമാന കമ്പനികളെ, അവരുടെ വിദേശ എയർക്രാഫ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം 84 സർവൈലൻസ് ചെക്കും അതുപോലെ തന്നെ 492 റാമ്പ് ചെക്സും നടത്തിയിട്ടുണ്ട് എന്നും കേന്ദ്ര സിവിൽ വ്യോമയാന സഹമന്ത്രി ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.